റോഡിലെ കാനയിലേക്ക് മലിനജലം തുറന്നുവിട്ടിരുന്ന വരന്തരപ്പള്ളിയിലെ ബിയർ പാർലർ അടച്ചുപൂട്ടാൻ നോട്ടീസ്. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് അധികൃതരുടെ നടപടി. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കിഴക്കേ കോടാലിയിലുള്ള പമ്പ് ഹൌസ് ഉപരോധിച്ചു. മറ്റത്തൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്ന് ഒരു മാസത്തോളമായി വെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്ന പദ്ധതി ഭരണപക്ഷിയിലെ ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും മൂലം സ്തംഭിച്ചു. പദ്ധതിക്കായി 1/4 കോടി രൂപ ലഭിച്ചിട്ടും ഇനിയും നിർമ്മാണം തുടങ്ങിയില്ല. ശുചിത്വം ബോർഡിലൊതുക്കിയ മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൌചാലയം കഞ്ചാവ് കൈമാറ്റക്കാരുടെ കേന്ദ്രമായി. ശൌചാലയത്തിന്റെ പരിസരം കാടുകയറി ദുർഗന്ധം വമിക്കുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മലിനജലം റോഡിലെ കാനയിലേക്ക് തുറന്നുവിട്ടിരുന്ന വരന്തരപ്പള്ളി രചന ബിയർ വൈൻ പാർലർ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി. മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിൽ നിന്നുള്ള മലിനജലം മുൻവശത്തുള്ള റോഡിലെ കാനയിലേക്കാണ് ഒഴുക്കിവിട്ടിരുന്നത്. മലിനജലം ഒഴുക്കി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും തുടർ ദിവസങ്ങളിലും ഹോട്ടലിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നുണ്ടായിരുന്നു. സംഭവം കണ്ടെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. സംഭവത്തിൽ കർശന നടപടിയെടുക്കാത്ത പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഓഫീസുകളിൽ നാട്ടുകാർ ഉപരോധ സമരം നടത്തി. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ ബിയർ പാർലർ തുറക്കാൻ അനുവദിക്കില്ലെന്ന അധികൃതരുടെ ഉറപ്പിൽ നാട്ടുകാർ ഉപരോധ സമരം പിന്നീട് അവസാനിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്ന് ഒരു മാസത്തോളമായി വെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കിഴക്കേ കോടാലിയിലുള്ള പമ്പ് ഹൌസ് ഉപരോധിച്ചു. രാവിലെ 10 മുതലാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം ശാന്തിനഗർ പ്രദേശങ്ങളിലെ 25ഓളം പേരടങ്ങുന്ന സംഘം പമ്പ് ഹൌസ് ഉപരോധ സമരം നടത്തിയത്. വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്ന തീരുമാനത്തിൽ നാട്ടുകാർ ഉറച്ചുനിന്നതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഉടനെ രാത്രികാല പമ്പിംഗ് ആരംഭിക്കാമെന്ന് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് നാട്ടുകാർ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. സിപിഎം വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി കെ വേണുഗോപാൽ, കടമ്പോട് ബ്രാഞ്ച് സെക്രട്ടറി കെ ജോസ്, PU സിറിയക് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ പമ്പ് ഹൌസ് ഉപരോധിച്ചത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി പ്രദേശത്തെ കുടിവെള്ള പൈപ്പുകളിൽ വെള്ളമെത്താത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലാണ്. മഴവെള്ളം ശേഖരിച്ചാണ് പലരും പാചകം ഉൾപ്പെടെയുള്ള ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത്. ജൂൺ 1 മുതൽ രാത്രികാല പമ്പിംഗ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിർത്തിവെച്ചതാണ് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്താത്തതിന്റെ പ്രധാന കാരണം. പമ്പ് ഹൌസിലെ 30 HP മോട്ടോർ ഒരാഴ്ച മുമ്പ് കേടായത് പ്രശ്നം രൂക്ഷമാക്കി. സ്പെയർ മോട്ടോർ ഇല്ലാത്തതിനാൽ ജലവിതരണം കാര്യക്ഷമമായി നടത്താനാകുന്നില്ലെന്ന് പമ്പിംഗ് നടത്തുന്ന ജീവനക്കാർ പറയുന്നു. 15 HP മോട്ടോർ ഉപയോഗിച്ചാണ് ഇപ്പോൾ പമ്പിംഗ് നടത്തുന്നത്. ആവശ്യഘട്ടങ്ങളിൽ കോടാലി അന്നാമ്പാടം പ്രദേശത്തേക്ക് വെള്ളമെത്തിക്കുന്നതിനായി കോടാലി ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള വാൽവ് രാത്രിയിൽ ചിലർ തുറക്കുന്നതും മാങ്കുറ്റിപ്പാടം ഭാഗത്തേക്കുള്ള ജലവിതരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ വാൽവ് രാത്രിയിൽ തുറക്കുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്ന പദ്ധതി ഭരണകക്ഷിയിലെ ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും മൂലം സ്തംഭിച്ചു. പദ്ധതിക്കായി 1/4 കോടി രൂപയുടെ ഫണ്ട് കിട്ടി മാസങ്ങളായിട്ടും നിർമ്മാണം തുടങ്ങി വയ്ക്കാൻ പോലും ഭരണസമിതിക്ക് ആയിട്ടില്ല. ദേശീയപാതയിൽ ഏറെ വാഹനത്തിരക്കേറിയ 3 പീടികയിൽ നിന്നുള്ള ഗ്രാമീണ ബസ് റൂട്ടുകളായ ഇരിങ്ങാലക്കുട, അഴീക്കോട്, നാട്ടിക, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് 3 പീടിക അറബുശാലയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ഇതിനായി 2005 മുതൽ തുടങ്ങിയ ശ്രമങ്ങൾ വിജയകരമായിരുന്നുവെങ്കിലും അവസാന ഘട്ടമായപ്പോഴേക്കും പദ്ധതിക്ക് മങ്ങലേൽക്കുകയാണ്. ഏറെ ശ്രമങ്ങൾക്ക് ശേഷം 2007-ൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിട്ടുകിട്ടിയ ദേശീയപാതയോരത്തെ 40 സെന്റ് സ്ഥലത്താണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കെട്ടിടവും പണിയാൻ തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ വക 25 ലക്ഷവും പഞ്ചായത്തിന്റെ 15 ലക്ഷവും MLAയുടെ 55 ലക്ഷവും ഉൾപ്പെടെ 95 ലക്ഷം രൂപ ഉപയോഗിച്ച് 3 നില കെട്ടിടമാണ് വിഭാവനം ചെയ്തിരുന്നത്. 2014-ൽ പദ്ധതിക്കായി തറക്കല്ലിടുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപ 6 മാസം മുൻപ് ലഭിച്ചിരുന്നു. എന്നാൽ ടെൻഡറും റീടെൻഡറും നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും തറക്കല്ലിട്ടതല്ലാതെ മറ്റൊന്നിനും അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഫണ്ട് നൽകാമെന്നേറ്റ MLA പിന്മാറിയതിനാലാണ് നിർമ്മാണം വൈകുന്നതെന്നും ടെൻഡർ ലഭിച്ചയാൾ മനഃപൂർവ്വം നിർമ്മാണം വൈകിക്കുന്നുവെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ആദ്യമായാണ് ഐ ഗ്രൂപ്പിന് ഭരണം കിട്ടിയതെന്നും ഈ കാലയളവിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കരുതെന്ന മറുഗ്രൂപ്പുകാരുടെ ചിന്തയാണ് ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിലും സംഭവിച്ചതെന്ന് ഐ വിഭാഗം പറയുന്നു.
കെട്ടിടത്തിന്റെ മുകളിൽ വരുന്ന 2 നിലകൾക്കുള്ള ഫണ്ടാണ് താൻ അനുവദിച്ചിരുന്നതെന്നും ആദ്യത്തെ നിലയുടെ പണി പൂർത്തിയാക്കിയാൽ ഫണ്ട് നൽകുമെന്നും BS സുനിൽകുമാർ MLA അറിയിച്ചു. ടെൻഡർ ലഭിച്ചയാൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഇയാൾക്ക് നോട്ടീസ് നൽകി മറ്റാർക്കെങ്കിലും ടെൻഡർ കൈമാറി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബുവിന്റെ വിശദീകരണമെങ്കിലും കാലാവധി തികയ്ക്കാൻ ഏതാനും മാസം മാത്രം ശേഷിക്കെ ഇനി എന്ത് നടക്കും എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. TCV കയ്പമംഗലം. ശുചിത്വം ബോർഡിലൊതുക്കിയ മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൌചാലയം കഞ്ചാവ് കൈമാറ്റക്കാരുടെ കേന്ദ്രമായി മാറി. ശുചിത്വത്തിൽ മാളയിലെ ഏറ്റവും ശോചനീയമായ ഇടമാണ് ഈ പൊതു ശൌചാലയമെങ്കിൽ നിരക്കിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വെള്ളവും വെളിച്ചവും ഇല്ലെങ്കിലും ബാത്റൂമിന് പോകാൻ 2 രൂപ നൽകണം. ഇത്രയും ശുചിത്വം ഇല്ലായ്മയിലും ആരെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് കയറുന്നതും കൂടി ഒഴിവാക്കാനാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. സ്ത്രീകളാരും ശൌചാലയത്തിലേക്ക് അടുത്ത കാലത്തൊന്നും കയറിയിട്ടില്ലെന്നാണ് പണം പിരിക്കാൻ ഇരിക്കുന്നയാൾ പറയുന്നത്. യുവാക്കൾ ഈ ശുചിത്വമില്ലായ്മയിലും മൂക്കുപൊത്തി എത്തുന്നുണ്ട്. ഇവരിൽ ഏറെ പേരും എത്തുന്നതിന്റെ രഹസ്യം അറിയണമെങ്കിൽ ശൌചാലയത്തിന്റെ അകത്തേക്ക് കയറണം. അകത്ത് പലയിടത്തും ഹാൻഡ്സ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ കവറുകൾ നിറഞ്ഞിരിക്കുകയാണ്. കഞ്ചാവ് അടക്കമുള്ള ലഹരി കൈമാറാനുള്ള സ്ഥലമായി ശൌചാലയം മാറുന്നതായും സൂചനകളുണ്ട്. ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ മാളയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായാണ് പഞ്ചായത്ത് വക ശൌചാലയത്തെ കാണുന്നത്. ശൌചാലയത്തിന്റെ ഭൂരിഭാഗം വശങ്ങളും കാട് കയറിയത് ചിലർക്കെങ്കിലും ആശ്വാസമാകുന്നുണ്ട്. ശൌചാലയത്തിന്റെ സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഭാഗം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വിശാലമായ ഇടമാണ് മാലിന്യം നിറഞ്ഞ് കൊതുക് വളർത്തലിനായി അധികൃതർ അറിഞ്ഞു തന്നെ സൗകര്യമാക്കിയിരിക്കുന്നത്. ശൌചാലയം ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നമായി മാറിയിട്ടും പ്രതിപക്ഷം അടക്കമുള്ളവർ മൗനം പാലിക്കുന്നതിനാൽ ഭരണപക്ഷത്തിനും ഏറെ ആശ്വസിക്കാൻ വകയുണ്ട്. TCV ന്യൂസ്, മാള. കൂടുതൽ ഗ്രാമവാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തിരികെ ഗ്രാമവാർത്തകളിലേക്ക്. ചാവക്കാട് കടപ്പുറം മുനയ്ക്കക്കടവിലെ പുലിമുട്ടിലേക്ക് പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടും സന്ദർശകരുടെ തിരക്ക്. അവധി ദിവസങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് കടൽ കാഴ്ചകൾ കാണാൻ പുലിമുട്ടിൽ കയറുന്നത്. നിർമ്മാണത്തിനിടെ പുലിമുട്ട് 3 തവണ ഇടിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് പുലിമുട്ട് കാണാനെത്തിയ 2 യുവാക്കൾ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ചാവക്കാട് പോലീസ് ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത്. പുലിമുട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ശക്തമായി തിരയടിച്ച് അപകട ഭീഷണി നിലനിൽക്കെയാണ് സന്ദർശകർ മുന്നറിയിപ്പ് അവഗണിക്കുന്നത്. 515 മീറ്റർ ദൂരത്തിലുള്ള പുലിമുട്ടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പുലിമുട്ടിലേക്ക് സന്ദർശകർ കയറുന്നത് തടയാൻ പ്രദേശത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തണമെന്ന ശക്തമായിട്ടുണ്ട്. മുന്നറിയിപ്പ് അവഗണിച്ച് പുലിമുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CI P അബ്ദുൾ മുനീർ, ASI AV രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. കുന്നംകുളം ബൈജു റോഡിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് പ്രവർത്തിച്ചിരുന്ന അനധികൃത മത്സ്യവിൽപ്പന കേന്ദ്രങ്ങളിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ കച്ചവടക്കാർ ഓടി രക്ഷപ്പെട്ടു. ഏകദേശം 50,000 രൂപ വിലമതിക്കുന്ന വിവിധയിനം മത്സ്യങ്ങൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB രാജീവിന്റെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് സൂപ്പർവൈസർ ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലീഹയുടെ ദുക്രാന തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോൺ കവലക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് കുരിശുമുടിയിൽ ദിവ്യബലിയും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായി. ചാലക്കുടി പോട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കോർപിയോ കാറിന് തീപിടിച്ചു. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. തൊടുപുഴ സ്വദേശി നോബിളിന്റെ കാറിനാണ് തീപിടിച്ചത്. ബോണറ്റിൽ നിന്ന് പുക വരുന്നത് കണ്ട ഇയാൾ വാഹനത്തിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ ഉടൻ പുറത്തിറക്കിയതിനാൽ ദുരന്തമൊഴിവായി. തുടർന്ന് ചാലക്കുടി ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇതിനിടയിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിയിരുന്നു. വിവിധ കേസുകളിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ട പുള്ളികളെ LP സ്ക്വാഡ് പിടികൂടി. കൊടുങ്ങല്ലൂർ കന്നിയൂർ സ്വദേശി കളമത്തിൽ ബേബി, കൊട്ടേക്കാട് സ്വദേശി പ്ലാക്കോടൻ ശരത്, പൊന്നൂക്കര സ്വദേശി താഴേക്കാട്ട് വീട്ടിൽ ദിനേഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ തൃശൂർ വെസ്റ്റ്, പീച്ചി, ഉല്ലൂർ സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. ചാലക്കുടി ടൌണിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിക്കുന്നത് തർക്കത്തിനിടയാക്കി. റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ നിന്നിരുന്ന വൻ മദിരാശി മരം മുറിക്കുന്നതാണ് നാട്ടുകാരും വൈദ്യുതി ബോർഡ് ജീവനക്കാരും തമ്മിലുള്ള തർക്കത്തിന് ഇടയാക്കിയത്. മരത്തിന്റെ കേടുവന്ന കൊമ്പുകൾ മുറിക്കാതെ സ്ഥലം വിടാൻ നോക്കിയ KSEB ജീവനക്കാരെ നാട്ടുകാർ തടയുകയായിരുന്നു. കേടില്ലാത്തതും അപകടരഹിതവുമായി നിൽക്കുന്ന കൊമ്പുകൾ മാത്രമാണ് ഇവർ മുറിച്ചത്. ഇതിനെതിരെ ടാക്സി ഡ്രൈവർമാരും പ്രതികരിച്ചു. ഇതോടെ റോഡിലേക്ക് നിൽക്കുന്നവയും മുറിക്കാമെന്ന് ജീവനക്കാർക്ക് സമ്മതിക്കേണ്ടി വന്നു. തുടർന്ന് ഇതിനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു.
ഗുരുവായൂർ ആനത്താവളത്തിലെ കരിവീരക്കൂട്ടങ്ങൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ കാലമാണ്. ഗുരുവായൂർ ദേവസ്ഥത്തിലെ ആനകൾക്ക് സുഖചികിത്സയുടെ ഭാഗമായി ഈ മാസം 31 വരെ പോഷകാഹാരങ്ങളടങ്ങിയ ഭക്ഷണം കുശാലായി അകത്താക്കാം. കൂടാതെ പാപ്പാന്മാരുടെ പ്രത്യേക പരിലാളനവും ലഭിക്കും. വേനൽ ചൂടിന്റെ കാഠിന്യവും എഴുന്നള്ളിപ്പുകളിലെ വിശ്രമമില്ലാത്ത ഓട്ടവും തളർത്തിയ ആരോഗ്യം ഇക്കാലത്ത് വീണ്ടെടുക്കാനാവും. അരി, ചെറുപയർ, മുതിര എന്നിവയിൽ അഷ്ടചൂർണം, ച്യവനപ്രാശം, വൈറ്റമിൻ ഗുളികകൾ എന്നിവ ചേർത്ത പ്രത്യേക കൂട്ടുകൾ ചേർത്ത ചോറുരുളയാണ് സുഖചികിത്സാ കാലത്ത് ആനകൾക്ക് നൽകുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം തേച്ചുകുളിയും ഒരു മാസത്തെ സുഖചികിത്സയുടെ പ്രത്യേകതയാണ്. 10 ലക്ഷം രൂപയാണ് സുഖചികിത്സയ്ക്കായി ദേവസ്വം ചെലവിടുന്നത്. മറ്റു കാലങ്ങളെക്കാൾ ആനകളുടെ തൂക്കവും തേജസ്സും വർദ്ധിക്കുമെന്നതിനാലാണ് വർഷക്കാലത്ത് സുഖചികിത്സ നടത്തുന്നത്. സുഖചികിത്സയോടെ ആനകളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ദഹനപ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യുമെന്ന് ആനചികിത്സാ വിദഗ്ധനായ അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. നീരിലല്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ 23 ആനകളെ ആനത്താവളത്തിലെ വടക്കേമുറ്റത്ത് നിരയായി നിർത്തിയ ശേഷം ദേവസ്വം ചെയർമാൻ ടി.വി. ചന്ദ്രമോഹൻ സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാന്തപ്രകൃതക്കാരനായ കൊമ്പൻ കേശവൻകുട്ടിക്ക് ആദ്യ ചോറുള്ള നൽകിയായിരുന്നു ഉദ്ഘാടനം. തുടർന്ന് വരിവരിയായി നിർത്തിയ ഓരോ ആനകൾക്കും ചോറുള്ളകൾ നൽകി. മതപ്പാടി തളച്ചിരിക്കുന്ന ഗജരത്നം പത്മനാഭൻ, വലിയ കേശവൻ, ശ്രീധരൻ തുടങ്ങി 30 ആനകൾക്ക് കെട്ടുന്തറി ചോറുള്ളകൾ വെച്ച് നൽകുകയാണ് ചെയ്യുന്നത്. നടൻ സുരേഷ് കൃഷ്ണ, ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഫനീന്ദർ കുമാർ റാവു, ദേവസ്വം ഭരണസമിതി അംഗം എൻ രാജു, അഡ്മിനിസ്ട്രേറ്റർ ബി മഹേഷ്, ആനചികിത്സാ വിദഗ്ധരായ അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട്, അവണപ്പറമ്പ് ദേവൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ കെ.സി. പണിക്കർ, കെ.എൻ. മുരളീധരൻ, ടി.എസ്. രാജീവ്, പി.ബി. ഗിരിദാസ്, കെ. വിവേക് എന്നീ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ടി.സി.വി. ഗുരുവായൂർ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ആരംഭിച്ച കലാധ്യാപകർക്കുള്ള ഓറിയന്റേഷൻ കോഴ്സ് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ പി. എൻ. സുരേഷ് അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രാർ ഡോക്ടർ കെ. കെ. സുന്ദരേശൻ, പന്തളം സുധാകരൻ, വാസന്തി മേനോൻ എന്നിവർ സംസാരിച്ചു. പിറന്നാൾ ആഘോഷം വേണ്ടെന്ന് വെച്ച് സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾക്കായി 4 ലക്ഷം രൂപ സമ്മാനം നൽകി 84കാരി മാതൃകയായി. കാക്കശ്ശേരി പണ്ടാരത്തിൽ വീട്ടിൽ ശാരദാമയാണ് ശനിയാഴ്ച നടക്കേണ്ട ജന്മദിനാഘോഷം വേണ്ടെന്ന് വെച്ച് കാക്കശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി 4 ലക്ഷം രൂപ നൽകിയത്. വിദ്യാർത്ഥികൾക്ക് കളിയുപകരണങ്ങളും പഠനോപകരണങ്ങളും മറ്റ് അവാർഡുകൾക്കും വേണ്ടിയാണ് തുക വിനിയോഗിക്കുക. കാക്കശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ശാരദാമ. പ്രധാനാധ്യാപിക സി ഡി ഓമന തുക ഏറ്റുവാങ്ങി. വാടങ്കം സുന്ദരൻ കരുമത്തിൽ, പ്രിൻസി ജോഷി, കെ. സജീന്ദ്രൻ, സി എസ് ഫാൻസി എന്നിവർ ശാരദാമയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നു. മധുരവിതരണവും ഉണ്ടായി. സഹപാഠിയുടെ സഹോദരന്റെ കരൾ മാറ്റാൻ സഹായഹസ്തവുമായി മാള കാർമൽ കോളേജിലെ വിദ്യാർത്ഥിനികൾ നന്മയുടെ വഴി തുറന്നു. കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി കൊടുങ്ങല്ലൂർ കാര സ്വദേശിനി രേഷ്മയുടെ സഹോദരൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശരത്തിന്റെ കരൾ മാറ്റിവെക്കുന്നതിനാണ് സഹായം നൽകിയത്. കൊടുങ്ങല്ലൂർ ജെടിഎസിലെ വിദ്യാർത്ഥിയായ ശരത് വർഷങ്ങളായി കരൾ രോഗത്തിന് ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് ശസ്ത്രക്രിയ നടത്താൻ 15 ലക്ഷം രൂപ ചെലവ് വരും. അമ്മ കരൾ നൽകാൻ തയ്യാറാണെങ്കിലും നിർധന കുടുംബത്തിന് ഈ ചെലവ് താങ്ങാൻ കഴിയാത്തതാണ്. സഹപാഠിയുടെ കുടുംബത്തെ സഹായിക്കാനാണ് കോളേജിലെ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് 1 ലക്ഷം രൂപ സമാഹരിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ 1 ലക്ഷം രൂപ ശരത്തിന്റെ അമ്മ ബിന്ദുവിന് കൈമാറി. വേലൂർ തയ്യൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. തയ്യൂർ ആലുക്കൽ ചിറ പാലം മുതൽ വേയൂർ പോസ്റ്റ് ഓഫീസ് സെന്റർ വരെ ഏകദേശം 5 കിലോമീറ്റർ ദൂരം വരെ റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലെന്ന് സമരക്കാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡായിരുന്നിട്ടും അധികൃതർ ഈ റോഡിനെ പാടെ അവഗണിക്കുകയാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. തയ്യൂർ സ്കൂളിന് സമീപം നടത്തിയ റോഡ് ഉപരോധ സമരം ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തയ്യൂർ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം സുരേഷ് അധ്യക്ഷത വഹിച്ചു. കെ മണികണ്ഠൻ, ശ്രീരാമൻ നമ്പീശൻ, ഹരികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാടവും തണ്ണീർത്തടവും നികത്താൻ ആനപ്പിണ്ടം അടക്കമുള്ള മാലിന്യങ്ങൾ ഉപയോഗിച്ചത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. പാന്തോട് ചെങ്ങല്ലൂർ മനയ്ക്ക് സമീപമാണ് സ്വകാര്യ വ്യക്തി ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനപ്പിണ്ടം ഉൾപ്പെടെയുള്ള ടൺ കണക്കിന് മാലിന്യങ്ങൾ പാടത്ത് നിക്ഷേപിച്ചിട്ടുള്ളത്. അഴുകിയ ആനപ്പിണ്ടം പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നതിനിടയാക്കുന്നു. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ കറുപ്പ് നിറവും കലർന്നിട്ടുണ്ട്. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഭീതിയിലാണ് സമീപത്ത് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ. കളക്ടർ, ആർഡിഒ, ആരോഗ്യവകുപ്പ്, വില്ലേജ്, പോലീസ് അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. അറിവിന്റെ അക്ഷരക്കൂട്ടുകൾ പകർന്നു നൽകിയിരുന്ന ചാടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വായനശാല സാമൂഹിക വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാകുന്നു. അറിവിന് പകരം ഇവിടെ വിളമ്പുന്നത് മദ്യവും ലഹരി ഉൽപ്പന്നങ്ങളുമാണെന്ന് ആക്ഷേപം.
അറിവും വിജ്ഞാനവും വിനോദവും പകർന്നു നൽകിയിരുന്ന ചാഴൂരിലെ വായനശാലയാണ് ഇത്. 2 നിലകളിലായുള്ള വായനശാലയിൽ അക്ഷരങ്ങൾ തേടിയെത്താൻ ആളില്ലാതെ പുസ്തകങ്ങൾ ചിതലരിക്കുകയാണ്. വായനശാലയുടെ പ്രവർത്തനത്തിലെ ക്രമക്കേടുകൾ തന്നെയാണ് പുതുതലമുറകളെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കാത്തത്. ചാഴൂർ വടക്കേ ആലിന് കിഴക്ക് 3 സെന്റ് സ്ഥലത്ത് 1998 വായനശാലയുടെ ശിലാസ്ഥാപനം നടന്നത്. തുടർന്ന് നവീകരിച്ച വായനശാല 2006 ഡിസംബറിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നല്ല നിലയിൽ പ്രവർത്തനം നടന്നുവരുമ്പോഴാണ് മാറിവന്ന ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം വായനശാല നശിക്കാൻ തുടങ്ങിയത്. അറിവും വിജ്ഞാനവും വിനോദവും പകരേണ്ട വായനശാല ഇന്ന് സാമൂഹ്യ ദ്രോഹികളുടെ കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇത് മാസങ്ങളായി ഇത് തുറന്നു പ്രവർത്തിക്കാറില്ല. ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയ വായനശാലയിൽ രാത്രികാലങ്ങളിൽ മദ്യപാനം ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞും ചോർന്നൊലിച്ചും പാഴ്ചെടികൾ വളർന്നും നശിക്കുമ്പോൾ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വായനശാലയെ പരിപോഷിപ്പിക്കാൻ വേണ്ട നടപടികളൊന്നും കൈക്കൊള്ളുന്നില്ല. വിനോദത്തിനായി സ്പോർട്സ് ഉപകരണങ്ങളും ടിവിയും അടക്കമുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഒരു കുട്ടി പോലും വായനശാലയിൽ എത്തിനോക്കുന്നില്ല. വായനശാലയുടെ മുകൾ നിലയിൽ പോളിടെക്നിക്കിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കമ്പ്യൂട്ടർ കോഴ്സ് മാത്രമാണ് നടക്കുന്നത്. എന്നാൽ ഈ കെട്ടിടം പൂർണ്ണമായും ചോർന്നൊലിക്കുകയാണ്. വായനശാലയെ ശോചനീയാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ നാട്ടുകാർ ഒപ്പ് ശേഖരണം നടത്തി പുതുജീവൻ പകരാൻ ഒരുങ്ങുകയാണിപ്പോൾ. TCV അന്തിക്കാട്. ഗുരുവായൂരിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരനും ബൈക്ക് ഓടിച്ചിരുന്നയാൾക്കും പരിക്കേറ്റു. വഴിയാത്രക്കാരനായ തമിഴ്നാട് സ്വദേശി അൻസാർ ബാഷ, ബൈക്ക് യാത്രികൻ തെക്കൻ പാലയൂർ സ്വദേശി റിസ്വാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആക്സ് പ്രവർത്തകർ ചേർന്ന് മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃദ്ധജനങ്ങൾക്കായുള്ള പകൽ വീട് പ്രവർത്തനം ആരംഭിച്ചു. പൂവത്തൂർ ചൂളപുരയ്ക്ക് സമീപം അറക്കൽ ഷാജു ഗ്രാമപഞ്ചായത്തിന് സൌജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് പകൽ വീട് പ്രവർത്തിക്കുന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഇരുനിലകളിലായി പകൽ വീട് നിർമ്മിച്ചത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പകൽ വീടിന്റെ പ്രവർത്തന സമയം. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസിൽ വൃദ്ധജനങ്ങളെ നിത്യവും വീടുകളിൽ നിന്ന് പകൽ വീട്ടിലേക്കും വൈകിട്ട് വീട്ടിലേക്കും എത്തിക്കും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു പകൽ വീടിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CF രാജൻ അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ ഉഷ വിജയൻ, TC മോഹനൻ, K വിജയപാൽ, ലീജ ശേഖരൻ എന്നിവർ സംസാരിച്ചു. അന്തേവാസികളായി എത്തുന്നവർക്ക് വിശ്രമത്തിനും വിനോദത്തിനും പുറമെ 3 നേരം ഭക്ഷണവും പഞ്ചായത്ത് സൌജന്യമായി നൽകുന്നുണ്ട്. ദീപകിന്റെ 5 വർഷമായുള്ള സൌഹൃദത്തിന്റെ റംസാൻ വ്രതത്തിന് ഇക്കുറിയും മാറ്റമില്ല. കയ്പമംഗലം കാളമുറി സ്വദേശി കണ്ടേങ്ങാട്ടിൽ മുരളിയുടെ മകൻ ദീപക്കാണ് കൂട്ടുകാരനായ മുസ്ലിം യുവാക്കളോടൊപ്പം സ്നേഹവ്രതത്തിന്റെ അരവ്യാഴവട്ടം പൂർത്തിയാക്കുന്നത്. മുസ്ലിം വിശ്വാസികളിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ദീപകിന്റെ നോമ്പ്. പുലർച്ചെ 4-ന് അമ്മ ഷീന ദീപകിന് അത്താഴം ഒരുക്കി കൊടുക്കുന്നു. വൈകിട്ട് മഗ്രിബ് പ്രാർത്ഥനയ്ക്ക് ബാങ്ക് വിളിക്കുമ്പോൾ സ്വന്തം വീട്ടിലോ കൂട്ടുകാരുടെ വീട്ടിലോ നോമ്പ് തുറക്കുന്നു. 2012 വുഷു കിക്ക് ബോക്സിംഗിൽ ദേശീയ ചാമ്പ്യനായിട്ടുള്ള ദീപക് സുഹൃത്തുക്കളോടൊപ്പം കൌതുകത്തിനാണ് നോമ്പെടുത്ത് തുടങ്ങിയത്. എന്നാൽ റംസാൻ വ്രതം പകരുന്ന ഊർജവും പ്രവർത്തനക്ഷമതയും മനസ്സിലാക്കി പിന്നീടിത് തുടരുകയായിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ 2ാം വർഷ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥിയാണ് ദീപക്. കഴിഞ്ഞ ദിവസം തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നോമ്പ് തുറന്നത് ദീപകിന് വ്യത്യസ്ത അനുഭവമായി. പള്ളിയിലെ സ്പെഷ്യൽ കഞ്ഞി കുടിച്ച് ദിക്കർ ചൊല്ലിയാണ് നോമ്പ് തുറന്നതെന്ന് സന്തോഷത്തോടെ ദീപക് പറഞ്ഞു. ദീപക് വ്രതമെടുക്കുന്നതറിഞ്ഞ് കാളമുറി ജുമാ മസ്ജിദ് ഭാരവാഹികൾ പള്ളിയിലെ ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. കൂട്ടുകാരോടൊപ്പം എത്തിയ ദീപക് നമസ്കാരവും വീക്ഷിച്ച ശേഷമാണ് മടങ്ങിയത്. TCV ന്യൂസ് കയ്പമംഗലം. വേലൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് 94 നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണൻ നിർവഹിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ റോസ്മോൾ, ജോമോൾ, അതുല്യം 4ാം തരം പാസായ 15ഓളം പേർ എന്നിവരെ ആദരിച്ചു. പറക്കൂത്ത് പത്മനാഭൻ മകൻ രാമചന്ദ്രൻ നൽകിയ സൌജന്യ സ്ഥലത്താണ് അങ്കണവാടി നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം PP രാമചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ഔസേബ്, പഞ്ചായത്ത് അംഗങ്ങളായ കാർത്തിയാനി സുബ്രഹ്മണ്യൻ, റൂസിലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. പൂമല ഡാമിന്റെ ഷട്ടർ ഏത് സമയത്തും തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. താണിക്കുടം, പുഴയ്ക്കൽ, വിയൂർ പ്രദേശങ്ങളിലുള്ളവരും കനോലി കനാലിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ.
മാള ഗ്രാമപഞ്ചായത്തിന്റെ പഴൂക്കര CK കുളത്തിൽ മത്സ്യകൃഷി ആരംഭിച്ചു. പഞ്ചായത്ത് ലേലം ചെയ്ത് നൽകിയാണ് 3-അംഗ സംഘം മത്സ്യകൃഷി ആരംഭിച്ചത്. പിലോപ്പി, കരിമീൻ, പൂമീൻ എന്നീ ഇനങ്ങളിലുള്ള 2000 മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചു. സുരേഷ്, PK വർഗീസ്, ജോർജ് മണവാളൻ എന്നിവർ ചേർന്നാണ് മത്സ്യകൃഷി നടത്തുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ദിലീപ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഷെർലി ജോയ്, അഡ്വക്കേറ്റ് G. കിഷോർ കുമാർ, ജെയിംസ് പനഞ്ചിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തൂക്കുപാലത്തിന്റെ വരവ് തുമ്പൂർ മൊഴിക്ക് ഉത്സവക്കാലം സമ്മാനിക്കുന്നു. പാലത്തിലൂടെയുള്ള സഞ്ചാരം കൊതിച്ച് നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. പുഴയുടെ മറുകരയിലുള്ള ഏഴാറ്റുമുഖത്ത് വരുന്നവർക്കും തുമ്പൂർ മൊഴിയിലെത്താം എന്ന സൌകര്യമാണ് ജനങ്ങളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഏഴാറ്റുമുഖത്തെത്തുന്ന എല്ലാവരും തന്നെ തൂക്കുപാലവും താണ്ടി തുമ്പൂർ മൊഴിയുടെ മധുരിമ ആസ്വദിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇക്കരെയെത്തുന്നവരും എറണാകുളം ജില്ലയിലുള്ള ഏഴാറ്റുമുഖത്തെ അനുഭവിച്ചറിയുന്നു. തൂക്കുപാലത്തിൽ നിന്നുള്ള പുഴയുടെ ദൃശ്യം വർണ്ണനകൾക്കും അപ്പുറത്താണ്. ആർച്ച് ഡാമിലൂടെ കവിഞ്ഞുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മഴവില്ലഴകാണ് സമ്മാനിക്കുന്നത്. പാറക്കൂട്ടങ്ങളെ തഴുകിയുള്ള പുഴയുടെ ആർത്തനാദവും ചേരുമ്പോൾ വിനോദസഞ്ചാരികൾ മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയും അനുഭവിക്കുന്നു. 3 വശങ്ങളിലും വെള്ളച്ചാട്ടം കാവടി നൃത്തമൊരുക്കുമ്പോൾ പശ്ചാത്തലത്തിൽ മലനിരകളുടെ ഏഴഴകും അതിന് അകമ്പടിയാകുന്നു. ഇങ്ങനെ കണ്ണിനും കരളിനും കുളിരേകുകയാണ് തൂക്കുപാലവുമേന്തിയുള്ള പുതിയ തുമ്പൂർ മൊഴി. പാലത്തിനു മുകളിൽ നിന്നുള്ള പുഴയിലെ വെള്ളപ്പാച്ചിലിന്റെ കാഴ്ച വിനോദയാത്രികൾക്ക് കണിയൊരുക്കുകയും ചെയ്യുന്നു. തൂക്കുപാലം യാഥാർത്ഥ്യമായതോടെ ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് 2 ടിക്കറ്റ് എടുക്കണമെന്ന പ്രത്യേകത കൂടിയുണ്ട്. തുമ്പൂർ മൊഴിയിലെ പ്രവേശനത്തിന് ടിക്കറ്റ് എടുക്കുന്നവർ പാലത്തിലൂടെ മറുകരയ്ക്കെത്തുമ്പോൾ ഏഴാറ്റുമുഖത്തും പണം മുടക്കണം. തിരിച്ചും അങ്ങനെ തന്നെ. പലപ്പോഴും ഇത് ജനങ്ങളും ടൂറിസം ജീവനക്കാരും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കും ഇടയാക്കുന്നുമുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. പേനകം ഗുരുദേവ വിദ്യാനികേതൻ UP സ്കൂളിൽ ഗുരുപൂജ മഹോത്സവം നടന്നു. സ്കൂൾ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ശ്യാം പ്രസാദ് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ PC ശ്രീജ, ദേവരാജൻ മുക്കോല, VS ഷൈൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം കളിയാശൻ സുകുമാരൻ, സതീദേവി, കല ഐനിപ്പുള്ളി എന്നീ ഗുരുക്കളെ വിദ്യാർത്ഥികൾ ദക്ഷിണ നൽകി ആദരിച്ചു. വേദവ്യാസന്റെ ജന്മദിനമായ ഗുരുപൂർണിമ ദിനത്തോടനുബന്ധിച്ചാണ് ഗുരുപൂജ മഹോത്സവം നടത്തിയത്. ഇരിങ്ങാലക്കുട പേഷ്കാർ റോഡിൽ ബൈക്കിലെത്തിയ യുവാവ് വീട്ടമ്മയുടെ മാല കവർന്നു. എടത്തിരിഞ്ഞി സ്വദേശി എടച്ചാലിൽ രമണിയുടെ 3.5 പവന്റെ മാലയാണ് കവർന്നത്. സഹോദരിയോടൊപ്പം മരുമകളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം. ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സിജി ജോണിന് എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MA രാജൻ ഉപഹാര സമർപ്പണം നടത്തി. KC ഡേവിസ്, MM ഉസ്മാൻ, ഉമേഷ് കൊടമന തുടങ്ങിയവർ സംസാരിച്ചു. കാനകൾ വൃത്തിയാക്കണമെന്നും പ്രധാന സെന്ററുകളിൽ വേസ്റ്റ് ബോക്സുകൾ സ്ഥാപിക്കണമെന്നും മാലിന്യങ്ങൾ അതാത് ദിവസങ്ങളിൽ നീക്കം ചെയ്യാൻ സംവിധാനം ഒരുക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനോട് മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇന്നസെന്റ് MP അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OA ജെൻട്രിൻ അധ്യക്ഷനായി. ഫാദർ ജോസഫ് കുന്നത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സിനിമാ താരം മാളവിക മേനോൻ മുഖ്യാതിഥിയായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം TS ദാസൻ, പ്രധാനാധ്യാപിക ഗ്രാസിയ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 3ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം ഈ മാസം 3 മുതൽ 7 വരെ വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 3-ന് വൈകിട്ട് 5:30-ന് സിനിമാ താരം KPSC ലളിത ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ പ്രിയനന്ദനൻ മുഖ്യാതിഥിയാകും. 7-ന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. സ്പന്ദനം ചെയർമാൻ PN സുരേന്ദ്രൻ, പ്രസിഡന്റ് CO ദേവസി, ട്രഷറർ PK സുബ്രഹ്മണ്യൻ, ജോൺസൺ പോണല്ലൂർ, PSA ബക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആതുരസേവനത്തിന്റെ സന്നദ്ധ ഭടന്മാരായ ഡോക്ടർമാർക്ക് ആശംസകൾ അർപ്പിക്കാൻ പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെത്തി. ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ഹെൽത്ത് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർമാർക്ക് ആശംസകൾ അർപ്പിച്ച് അഭിവാദ്യ കാർഡുകളും പൂച്ചെണ്ടുകളും കുട്ടികൾ സമ്മാനിച്ചു. PTA പ്രസിഡന്റ് ഗിരിജ രാജു, പ്രധാനാധ്യാപിക VS ദീപ, ഹെൽത്ത് ക്ലബ്ബ് കൺവീനർ നസീമ തുടങ്ങിയവർ കുട്ടികളോടൊപ്പമുണ്ടായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാനു M പരമേശ്വരൻ, ഡോക്ടർ അതുല്യ രാധാകൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ് എന്നിവർ സംസാരിച്ചു.
മിണാലൂർ പുഞ്ചിരി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾക്കായി പഠന കൂട്ടായ്മ നടത്തി. സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. എം.ആർ. അനൂപ് കിഷോർ, സി.എൽ. തോമസ്, പി.ആർ. അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ആനകളുടെ സവിശേഷതകളെപ്പറ്റി ആനവിദഗ്ധൻ ശ്രീജിത്ത് വെളപ്പായ കുട്ടികളുമായി സംവദിച്ചു. കരുപ്പടനയിൽ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി. സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗം കരുപ്പടന സ്വദേശി അറക്കപ്പറമ്പിൽ മൻസൂർ, ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് കരൂപ്പീടിക കലീൽ, ഡിവൈഎഫ്ഐ പ്രവർത്തകൻ തെരുവിൽ റാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പ്രകടനം കഴിഞ്ഞ് വരികയായിരുന്ന 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. പരിക്കേറ്റവരെ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി നെല്ലുവായി കോളനി റോഡിൽ മദ്യപിച്ചെത്തിയ പ്രതിശ്രുത വരൻ വധുവിന്റെ വീട് തല്ലിത്തകർത്തു. കറ്റശ്ശേരി ബാലകൃഷ്ണന്റെ വീടിന് നേരെ എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി സനീഷാണ് ആക്രമണം നടത്തിയത്. ചൊവ്വാഴ്ച രാത്രി 11ഓടെയായിരുന്നു സംഭവം. ബാലകൃഷ്ണന്റെ മകളുമായി സനീഷ് പ്രണയത്തിലായിരുന്നു. മകളുടെ നിർബന്ധത്തെ തുടർന്നാണ് ബാലകൃഷ്ണൻ സനീഫുമായുള്ള വിവാഹം ഉറപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സനീഷ് പെൺകുട്ടിയെയും കുടുംബത്തെയും ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നത് പതിവായതിനെ തുടർന്ന് ഫോൺ എടുക്കരുതെന്ന് ബാലകൃഷ്ണൻ മകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് മദ്യപിച്ചെത്തിയ സനീഷ് പെൺകുട്ടിയെയും വീട്ടുകാരെ മർദ്ദിക്കുകയും വീടിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തത്. ബഹളം കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോൾ ബൈക്കിൽ സനീഷ് കടന്നുകളഞ്ഞു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ കുഴിക്കാണിയിലുള്ള വലിയ മരം യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കുഴിക്കാണി വളവിലെ ബസ് സ്റ്റോപ്പിന് സമീപത്താണ് വർഷങ്ങളുടെ പഴക്കമുള്ള വലിയ പഞ്ഞിമരം നിൽക്കുന്നത്. ഈ മരത്തിന്റെ കടഭാഗം ജീർണാവസ്ഥയിലായതോടെ ഏത് സമയത്തും റോഡിലേക്ക് വീഴാവുന്ന നിലയിലാണ്. 40ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന ഈ റോഡിലേക്ക് കാറ്റിൽ മരം ഒടിഞ്ഞു വീണാൽ വൻ ദുരന്തം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് മരം മുറിച്ചു നീക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നോമ്പുതുറയും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യ പ്രഭാഷണം നടത്തി. പ്രസ് ഫോറം സെക്രട്ടറി ബിജുപാൽ, പ്രസിഡന്റ് ഗിരീഷ് കുമാർ, ഉമ്മർ കരിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഞാറ്റുവേല ചന്ത ഈ മാസം 3 മുതൽ 6 വരെ ചുണ്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. പി കെ ബിജു എം പി ഉദ്ഘാടനം ചെയ്യും. പി എ മാധവൻ എം എൽ എ, സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുക്കും. സൌജന്യ ഔഷധ കഞ്ഞി വിതരണം, കാർഷികോപകരണങ്ങളെ പ്രദർശനം, കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയുമുണ്ടാകും. ടി വി ജോൺസൺ, വത്സൻ പാറന്നൂർ, എം വി പ്രവീൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ മാള മടത്തുംപടി റൂട്ടിൽ സർവീസ് മുടക്കിയ സ്വകാര്യ ബസ് 3000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു. സ്ഥിരമായി ട്രിപ്പ് മുടക്കിയതിനെതിരെ പൂപ്പത്തി സ്വദേശി ടി കെ സദാനന്ദൻ നൽകിയ പരാതിയിലാണ് ഉത്തരവ്. ട്രിപ്പുകൾ മുടക്കുന്നത് പതിവായ ഈ ബസ് മുടക്കമില്ലാതെ സർവീസ് നടത്താനും കോടതി ഉത്തരവിട്ടു. പൂപ്പത്തി ഭാഗത്തേക്കുള്ള രാവിലത്തെയും രാത്രിയിലെയും ട്രിപ്പുകളാണ് മുടക്കിയിരുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. വടക്കാഞ്ചേരി എസ്ഐ എം എ ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, സി ആർ പോൾ, അഡ്വക്കേറ്റ് മായാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ചിറളയം ഹോളി ക്രോസ് സ്കൂൾ നവതി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ചെറിയാൻ ജോസഫിനെ ആദരിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ ബി ഷിബു അധ്യക്ഷനായിരുന്നു. വി സി ഗീവർഗീസ്, ഫാദർ പോൾ ആലപ്പാട്ട്, സിസ്റ്റർ ആൽജോ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്കടുത്ത് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന വാനിൽ കെഎസ്ആർടിസി ബസ്സിടിച്ചു. നിയന്ത്രണം വിട്ട വാൻ റോഡരികിലെ കാനയിലേക്ക് ഇടിച്ചു കയറിയെങ്കിലും വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന കെഎസ്ആർടിസി ബസ്സാണ് വാനിൽ ഇടിച്ചത്. ചാവക്കാട് എഎസ്ഐ എം ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളെ മറ്റൊരു വാഹനത്തിൽ സ്കൂളിലെത്തിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പടിഞ്ഞാറെ നടപ്പന്തലിൽ ക്ഷേത്രം വികസന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൃഷ്ണശില വിരിക്കൽ പൂർത്തിയായി. കൃഷ്ണശില വിരിച്ച നടപ്പന്തലിന്റെ സമർപ്പണം ശനിയാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിക്കും. ഗീതാഗോപി എം എൽ എ മുഖ്യാതിഥിയാകും. 16 ലക്ഷം രൂപയാണ് നടപ്പന്തലിന്റെ നിർമ്മാണ ചെലവ്. ഗ്രാമവാർത്തകളിൽ അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
റോഡിലെ കാനയിലേക്ക് മലിനജലം തുറന്നുവിട്ടിരുന്ന വരന്തരപ്പള്ളിയിലെ ബിയർ പാർലർ അടച്ചുപൂട്ടാൻ നോട്ടീസ്. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് അധികൃതരുടെ നടപടി. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കിഴക്കേ കോടാലിയിലുള്ള പമ്പ് ഹൌസ് ഉപരോധിച്ചു. മറ്റത്തൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്ന് ഒരു മാസത്തോളമായി വെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്ന പദ്ധതി ഭരണകക്ഷിയിലെ ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കം മൂലം സ്തംഭിച്ചു. പദ്ധതിക്കായി 1/4 കോടി രൂപ ലഭിച്ചിട്ടും ഇനിയും നിർമ്മാണം തുടങ്ങിയില്ല. ശുചിത്വം ബോർഡിലൊതുക്കിയ മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൌചാലയം കഞ്ചാവ് കൈമാറ്റക്കാരുടെ കേന്ദ്രമായി. ശൌചാലയത്തിന്റെ പരിസരം കാടുകയറി ദുർഗന്ധം വമിക്കുന്നു. ഇതോടെ ഗ്രാമവാർത്തകൾ പൂർണ്ണമാവുകയാണ്.